ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ എവൻഗേലിയനായിട്ട് വായിച്ചതായ ഭാഗത്തെ നിന്ന് ചിന്തിക്കണമെന്ന് ഇത്രയും ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന എവൻഗേലിയൻ ഭാഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അത് ഇപ്പോൾ മുഴുവൻ വായിച്ചു കേട്ടല്ലോ. മുഴുവനായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The Gospel according to Saint Matthew, chapter 19, verses 3-5. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതിൻ്റെ മാറ്റമില്ലാത്ത ദൈവം, വിശ്വസ്തയും കരുണയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നു. തലമുറകളായി ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവീയ സാന്നിധ്യം ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള കുടുംബ ജീവിതത്തിൻ്റെ നല്ല പാരമ്പര്യം, വിശുദ്ധ വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബങ്ങളായി, ക്രിസ്തീയ കുടുംബമായി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ സഭയോടും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളോടും ചേർന്ന് നിന്ന് ഈ ലോകത്തിൽ സുവിശേഷ സാക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ നിയോഗവും വിളിയുമായി വിവാഹത്തെ കാണുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹത്തെയും ഈ നാളുകളിലും ഞങ്ങൾക്ക് തന്ന് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ നിന്റെ കൃപാ സാന്നിധ്യം, അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഇരുന്ന് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇന്നത്തെ ശുശ്രൂഷകളും കർത്താവേ ഞങ്ങളുടെ വചന കേൾവിയും എല്ലാം മുഖാന്തരമായി തീരണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഇവന്റ് മാനേജ്മെൻറ്റുകളുടെ നിയന്ത്രണത്തിൽ അരങ്ങേറുന്ന വിവാഹ മാമാങ്കങ്ങൾ നമ്മുടെ ചുറ്റുപാടും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പൊടിപൂരം അരങ്ങേറുന്ന വിവാഹ മാമാങ്കങ്ങളുടെ ആയുസ് എത്രയുണ്ട് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും വളരെയധികം സ്വപ്നങ്ങളോടും കൂടെ ആരംഭിക്കുന്നതായ കുടുംബ ജീവിതങ്ങൾ അധികം ആയുസ്സില്ലാതെ അവസാനിച്ചു പോകുന്ന ഒരു കാഴ്ച ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഇടയിൽ തന്നെ ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശുദ്ധ ദൈവവചനത്തിലുള്ള ചിന്തകളുടെ അടിസ്ഥാനമായി ഇന്ന് സഭയായി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയം വിവാഹം, വിളിയും നിയോഗവും എന്നുള്ളതാണ്. മാരേജ് കോൾ ആൻഡ് കമ്മീഷൻ. വിവാഹം, വിളിയും നിയോഗവും. വിവാഹം എന്നുള്ള വാക്കിനെ പലപ്പോഴും വിശിഷ്ടമായ വഹനം, അല്ലെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിശേഷമായ ഒരു വഹനം, അല്ലെങ്കിൽ ജീവിതത്തിൽ ആജീവനാന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതായ ഒരു ബന്ധം, അതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ വായിച്ചതായിട്ടുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യേശു കർത്താവിൻ്റെ അടുക്കൽ പരീശന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നതായ കാര്യം. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. വളരെ ന്യായസംഗതമായിട്ടുള്ള ഒരു ചോദ്യം. എന്നാൽ യേശുവിനെ വാക്കുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ചോദ്യം. എന്നാൽ അത് യേശു കർത്താവ് അതിനെ ഒരു മറുപടി നൽകുന്നതിലൂടെ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ കുടുംബജീവിതത്തെ പറ്റിയുള്ള വലിയ പഠിപ്പിക്കലാണ് ഇതിലൂടെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ പഠനത്തിൽ, ഉപദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന യേശുവിൻ്റെ കുടുംബജീവിതത്തെ പറ്റിയുള്ള പഠിപ്പിക്കലുകൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമായി
ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹം എന്നുള്ളത് ഒരു കൂദാശയായി നമ്മളതിനെ മനസ്സിലാക്കുന്നു, ഒരു കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലല്ല. പിന്നെയോ ഇത് ജീവിതത്തിൽ ദൈവത്തോടെടുക്കുന്നതായ ഒരു തീരുമാനം. ദൈവമാണ് രണ്ടുപേരെ തമ്മിൽ സംയോജിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കാണുന്നു ഏത് വിധത്തിലെങ്കിലും ഏതു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. ഇന്നും ഉപേക്ഷിക്കുന്നതിനുള്ള കാരണങ്ങളെയാണ് കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ത് കാരണത്തിലാണ് വിവാഹ മോചനം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എന്നത്തെയും ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, അന്നും ഇപ്രകാരമുള്ള വിവാഹമോചനം ഏതെങ്കിലും കാരണത്തിലൊക്കെ സാധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. കാരണം മോശയുടെ നിയമം ഇപ്രകാരം പറയുന്നു. അവർ ആ ഭാഗം എടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? മോശ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് 7-ാമത്തെ ഭാഗം. അവനോട് എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിക്കുകയാണ്. യേശുക്രിസ്തു ഉത്തരം പറഞ്ഞതിനോട് സംതൃപ്തി പുലർത്താതെ അന്നത്തെ സാഹചര്യത്തിൽ മോശ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയമത്തെ ഉദാഹരിച്ചുകൊണ്ട് ഒരു ചോദ്യം യേശുവിൻ്റെ മുൻപാകെ വയ്ക്കുകയാണ്. എന്നാൽ യേശു ഫോക്കസ് ചെയ്യുന്നത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള ഒരു കുടുംബ ജീവിതത്തെ പറ്റിയുള്ള സങ്കല്പമോ ഉപേക്ഷണപത്രം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ന്യായങ്ങളോ അല്ല. പിന്നെയോ യേശുവിടെ ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ്. അതാണ് നമ്മൾ വിശുദ്ധ വിവാഹത്തിലൊക്കെ, നമ്മുടെ വിശുദ്ധ വിവാഹ കൂദാശയിലൊക്കെ ആവർത്തിച്ച് ഓർക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് അവൻ പറയുന്നത്, അവൻ 4-ാമത്തെ വാക്യത്തിൽ, അതിനെ അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും. ആദിയിൽ മോശയുടെ കാലത്തെ പറ്റി അല്ല പറയുന്നത്, മോശ വരെയുള്ള കാലത്തെ പറ്റിയോ അതിനുശേഷമുള്ള കാര്യത്തെ പറ്റിയോ അല്ല യേശു പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആദിയിൽ ദൈവത്തിൻ്റെ നിയമത്തെയാണ് യേശു ക്രിസ്തു ഇവിടെ ഉദാത്തീകരിച്ച് കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ദൈവീയ നിയമത്തെ അവിടെ ഫോക്കസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിലും പറയുന്നു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. യേശുക്രിസ്തു വീണ്ടും ആവർത്തിച്ചു പറയുന്നതായിട്ടുള്ള വാക്കാണ് ആദിയിൽ സൃഷ്ടിച്ചവൻ. ആദിയിൽ അങ്ങനെ മോശയുടെ ഉപേക്ഷണപത്രത്തെ പറ്റി മോശ പറഞ്ഞിരിക്കുന്നതായ ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ പറ്റി പറയുമ്പോൾ യേശുക്രിസ്തു വീണ്ടും പറയുവാണ്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനെ പറ്റിയുള്ള ആദിയിലെ ഉദ്ദേശവും താല്പര്യവും കണ്ടെത്തി അതിനെ പിന്തുടരുവാനായിട്ടുള്ള ആഹ്വാനമാണ് യേശുക്രിസ്തു തന്നെ പരീക്ഷിക്കുന്നതായിട്ടുള്ള പരീക്ഷന്മാരോട് പ്രതികരണമായി താൻ പറയുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിവാഹത്തെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിധത്തിൽ? ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള എല്ലാ പദ്ധതിയും ആദിയിൽ അവനെ പറ്റിയുള്ള വിശിഷ്ടമായ പദ്ധതികളെ മെനഞ്ഞാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇത് അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് പ്രകാരം ഒരു നിയമം കൊടുത്തത് എന്ന് പറയുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ ഫലമായി, സ്വാർത്ഥത തിരഞ്ഞെടുത്തതിൻ്റെ ഫലമായി, പാപം ഈ ലോകത്തിൽ പ്രവേശിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിൽ കടന്നുകൂടിയിരിക്കുന്നതായ പല വ്യവസ്ഥകൾക്കും ഉണ്ടായ തകർച്ചകൾ, ദൈവീയ വ്യവസ്ഥകൾ തകിടം മറിയപ്പെട്ട ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോയിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിലാണ് നിയമങ്ങൾ
അവിടെ ആയിത്തീർന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്താൽ നിയമിക്കപ്പെട്ടതായിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഉണ്ടായതായ തകിടം മറിച്ചിലാണ് ഇവയൊക്കെ എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കർത്താവ് വളരെ സ്ട്രെസ് ചെയ്ത് വളരെയധികം ശക്തീകരണം കൊടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള അവസ്ഥയിലെ ആദിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുക. ആദിയിലെ ദൈവം തന്നെ വെളിപ്പെടുത്തി മനുഷ്യനെ ഈ ലോകത്തിൽ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദാം തനിയെ ആയിരിക്കുന്നത് നന്നല്ല, അവനിൽ തന്നെ ഒരു പൂർണ്ണത കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന അവസരത്തിലാണ് തക്കതായ ഒരു തുണയെ ദൈവം കണ്ടെത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ അപൂർണതകളെ ചില ബന്ധങ്ങളിലൂടെ പൂർണ്ണമാക്കുന്ന ജീവിതത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു അനുഭവം തന്നെയാണ്. ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത്. ഞാൻ എന്നിൽ തന്നെ ഒരിക്കലും പൂർണ്ണനായിരിക്കുവാനോ പൂർണ്ണമാക്കപ്പെടുന്ന അനുഭവത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ഈ പ്രകൃതിയോടുള്ള ബന്ധത്തിലും മാത്രം പൂർണ്ണമാക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവമാണ്. ഇന്ന് പലപ്പോഴും എന്തുകൊണ്ടാണ് വിവാഹമോചനമൊക്കെ ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ തകർന്നു പോകുന്നത്, അക്രമങ്ങൾ വർദ്ധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? സ്വാർത്ഥ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതം. തന്നിൽ തന്നെ പൂർണ്ണമാക്കപ്പെടുന്നു, തന്നിൽ തന്നെ എല്ലാം തികഞ്ഞിരിക്കുന്നു എന്നുള്ള മനുഷ്യൻ്റെ ചിന്ത. ചില സുഖങ്ങളും സൗകര്യങ്ങളും ചില പ്രത്യേകതകളും അത് എനിക്ക് ആർജിച്ചെടുക്കണം എന്നുള്ളതായ ചിന്ത. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവനിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ആളിനോട് നിഷ്കരുണമായി ഇടപെടുന്നതിനുള്ള ഒരു മനോഭാവം. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടിയില്ല എങ്കിൽ അവിടെ ആ ബന്ധം അവസാനിക്കുകയാണ്. മറ്റൊരാൾ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു തരണം, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മറ്റൊരാളിൽ നിന്ന് എനിക്ക് പ്രാപ്യമാകണം എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലാണ് മനുഷ്യന് അധപ്പതനം ഉണ്ടാകുന്നത്. എന്നാൽ എൻ്റെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് പറയുന്നത്, ഭർത്താവ് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ആ ബന്ധം ഒരു കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ, പരസ്പര പൂരിതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിലാക്കിയിരിക്കുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ ആവശ്യം അതാണ്. കുടുംബ ബന്ധങ്ങളുടെ ആവശ്യം അവിടെയാണ്. സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങളും എൻ്റെ സ്വകീയ താല്പര്യങ്ങൾ, ജഡീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നിൽ തന്നെ സുഖം കണ്ടെത്തുന്ന ഒരനുഭവമായി ഈ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം ആദിയിൽ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഈ ആദിയിൽ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആദിയിൽ മനുഷ്യൻ്റെ കൂടെ ഒരു സ്ത്രീയെ കൂട്ടിച്ചേർത്തപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിലും സഹമനുഷ്യരോടുള്ള ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ തമ്മിലുള്ളതായ കുറവുകളെ പോക്കുവാൻ തക്കതായ താല്പര്യത്തോടുകൂടെ ആയിരിക്കണം കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്താവശ്യമായിരിക്കുന്നു? ഒന്നാമത് വിശ്വസ്തരായിരിക്കുന്നതിന് സാധിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്തത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിശ്വസ്തത കാണിക്കരുത്. അതാണ് കുടുംബ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാം. ഡു നോട്ട് ബി
അൺഫെയ്ത്ത്ഫുൾ, അവിശ്വസ്തത ജീവിതത്തിൽ കാണിക്കരുത് എന്ന് പറയുകയാണ്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, വിവാഹം മാന്യമായിരിക്കണം എന്ന് നമ്മൾ, വിവാഹം മാന്യമാകുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ അവിശ്വസ്തരായി പോകുന്നത് കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് മനുഷ്യന് എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സ്നേഹം അതൊരു നാളും ഉതിർന്നു പോകരുത്. ഇന്ന് വായിച്ചതായിട്ടുള്ള സ്ലീഹാ ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ ഭാഗം പ്രത്യേകമായിട്ട് വായിക്കപ്പെട്ടത്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകരുത് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹത്തെ കളങ്കപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നും ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് ഇവിടെ കാണുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമാണ് കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത്. വിവാഹം കഴിക്കുന്നത് അത് ജീവിതത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്ന, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്ന വ്യഭിചാരം, പരസംഗം എന്നുള്ളതായ കാര്യം, പരസ്പരമുള്ള ജീവിതത്തിൽ അവിശ്വസ്തതയോടുകൂടെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മൂന്നാമത് കർത്താവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിവാഹബന്ധം ഒരിക്കലും വേർപെടുത്തിക്കൂടാ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആദിയിലെ നിയമം എന്ന് പറയുന്നത്. അതൊരു ഉടമ്പടി ബന്ധമാണ്. ആ ഉടമ്പടി ബന്ധത്തിലൂടെയാണ് പുരുഷനും സ്ത്രീയും ഒന്നായി ചേർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു ബന്ധത്തിൻ്റെ പവിത്രതയും ശുദ്ധതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ഈ വഹനം സാധ്യമായി തീരണം. എത്രയോ ഭവനങ്ങൾ, എത്രയോ കുടുംബങ്ങളെ നമുക്ക് നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ തൻ്റെ പങ്കാളിയെ അവസാനത്തോളം ശുശ്രൂഷിച്ച് സേവിച്ച്, അത് സ്വയമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ ആ വിവാഹത്തെ വളരെയധികം പവിത്രമായി കണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ ആത്മാവോടുകൂടെ വീണ്ടെടുക്കപ്പെട്ട കുടുംബജീവിതങ്ങളുടെ അനുഭവം അപ്രകാരമാണ്. ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ ഇന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്, വീണ്ടെടുക്കപ്പെടാതെ പോകുന്നത് ഈ യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഈ പൗലോസ് പറയുന്നതായിട്ടുള്ള അനുഭവം, കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വിവാഹത്തിന് വായിക്കുന്ന സ്ലീഹാ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട്, യേശു ക്രിസ്തു എപ്രകാരം തൻ്റെ സഭയെ സ്നേഹിച്ചു, അതാണ് ഈ ബന്ധത്തിൻ്റെ ഉദാത്തീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആ ഒരു ബന്ധത്തിൻ്റെ നിർമ്മലാവസ്ഥയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളതായ നിഷ്കർഷയാണ് കർത്താവ് തൻ്റെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരസ്പര പൂരകങ്ങളായി ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായി തീരുവാൻ തക്കവണ്ണം കുടുംബങ്ങളായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുകയാണ്. തുടർന്ന് അവർ ചോദിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ, ശിഷ്യന്മാരാണ് ആ ചോദ്യം ചോദിക്കുന്നത്, വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഈ ഷണ്ഡന്മാരെന്നൊക്കെ പറഞ്ഞാൽ ആരാണെന്ന് ഓർത്തവർ ചിരിക്കുകയാണ്. മലയാളം ചോദിന് അറിയത്തില്ല, അതാ അതിൻ്റെ കാര്യം. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഷണ്ഡന്മാരെന്ന് പറഞ്ഞാൽ? ഷണ്ഡന്മാരെന്ന് പറഞ്ഞാൽ യുനക്സ്. They were the men who were castrated typically to service in a royal court. അത് ആ കാലഘട്ടത്തിൽ നിലവിലിരുന്നതായ ഒരു പ്രത്യേകമായ, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നതായ ഷണ്ഡന്മാരെ പറ്റി നമുക്ക് അപ്രകാരമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സ്വയം
ഷണ്ഡന്മാരായിരിക്കുന്ന ഷണ്ഡന്മാർ അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് വിവാഹം വേണ്ട എന്നൊരാൾ നിശ്ചയിച്ചാൽ ആളുടെ ജീവിതം എങ്ങനെ പ്രയോജനപ്പെടണം? ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആളിൻ്റെ ജീവിതം കുടുംബജീവിതത്തിന് വേണ്ടി താൻ വേർതിരിക്കുന്നതായ ജീവിതത്തിൻ്റെ അല്ലാതെ ഒളിച്ചോട്ടമല്ല, സ്വാർത്ഥതയിലേക്കുള്ള ഉൾവലിയലല്ല. അവിവാഹിത ജീവിതം തിരഞ്ഞെടുക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്ന ഷണ്ഡന്മാരുണ്ട് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ജീവിതത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫോർ അവർ പ്ലഷേഴ്സ് ബട്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവർ ഓൺ പ്ലഷർ, നമ്മുടേതായിരിക്കുന്ന സുഖങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല നമുക്ക് ദൈവം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബജീവിതവും തന്നിരിക്കുന്നത്. പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതായ ചിന്തയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു അനുഭവത്തിൽ വിവാഹ ജീവിതത്തെ പവിത്രമായി കണ്ടുകൊണ്ട് ദൈവത്തോടൊപ്പം നിറവേറ്റപ്പെടുന്ന വലിയ കൂദാശയായി, ഇതൊരു വലിയ വിളിയായി, ഇത് ദൈവം ഭൂമിയിൽ എന്നെ അയച്ച് ദൈവത്താൽ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു, അതിനുവേണ്ടി എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുക. ആരെങ്കിലും അവിവാഹിതരായി തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം സ്വർഗരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായി തീരട്ടെ. അപ്രകാരമുള്ള ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനങ്ങളെ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ കൃപയിൽ നമ്മുടെ കുടുംബങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ.